ഫ്രണ്ട്സ് എല്ലാവർക്കും 8.0യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കാസിയോ എന്ന് പറയുന്ന കാൽക്കുലേറ്ററിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് വേറെ ഒരു പ്ലേ ലിസ്റ്റ് നമ്മളെ ചാനലിൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് കാസിയോൻ്റെ FX991MS വിഭാഗത്തിൽപ്പെടുന്ന ഒരു കാൽക്കുലേറ്ററാണ്. അപ്പോൾ അതിന് കുറേ സീരീസ് ഉണ്ട്. അതിലൊരു സീരീസ് മാത്രമാണ് FX991MS. അപ്പോൾ ഞാൻ ഇതിൽ 2-3 സീരീസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സീരീസ് നല്ലോണം ഉപയോഗിച്ചിട്ടുള്ളൊരു അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാൽക്കുലേറ്ററിൽ എനിക്കറിയാവുന്നതും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് കൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇത് ഓൺ ചെയ്യാനുള്ളൊരു പ്രോസസ്സ്, അതായത് സാധാരണ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അത് സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഓൺ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് റൈറ്റ് കോർണറിലായിട്ട് മുകൾ ഭാഗത്ത് തന്നെയാണ് നമുക്കിവിടെ ഓണിൻ്റെ ബട്ടൺ കിട്ടുന്നത്. അപ്പോൾ അത് പ്രസ് ചെയ്താൽ സിമ്പിളായിട്ട് നമുക്കിത് ഓണാക്കാം. ശേഷം നമ്മുടെ കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ സാധാരണ ഒരു രീതിയിലുള്ള കാൽക്കുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ കുറച്ച് ലെറ്റേഴ്സ് ബ്ലാക്ക് സ്വിച്ചും കാണാൻ പറ്റും, അതുപോലെ തന്നെ കുറച്ച് ഗ്രേ ആയിട്ടുള്ള സ്വിച്ചും കാണാൻ പറ്റും. ഈ ഗ്രേ ആയിട്ടുള്ള സ്വിച്ചുകളൊക്കെ വർക്ക് ചെയ്യുന്നത് സാധാരണ ഒരു മാത്തമാറ്റിക്കൽ ലോഗരിതം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് നമ്പേഴ്സൊക്കെ വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പ്രോസസ്സിങ് ഇതിലുണ്ട്. അപ്പോൾ ഇത് ഓഫ് ആക്കേണ്ടത്, അതുപോലെ തന്നെ ഓരോരോ ലെറ്റർ ബൈ ഡിലീറ്റ് ആക്കേണ്ടിയും ബട്ടൺസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ റെഡ് കളറുള്ള 2 ബട്ടൺ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൽ DEL എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഒരു ഇതും അതുപോലെ തന്നെ AC എന്ന് എഴുതിയിട്ടുള്ള 2 ബട്ടൺ ഉണ്ടാവും. DEL എന്ന് വെച്ചാൽ ഡിലീറ്റിംഗ് ആണ്, അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു നമ്പേഴ്സിനെ ലെറ്റർ ഓരോന്നായിട്ട് ഡിലീറ്റ് ആക്കാനുള്ള ഒരു മോഡ്. അതുപോലെ തന്നെ AC എന്ന് വെച്ചാൽ എന്താണ്, മൊത്തത്തിൽ അതിനെ ഡിലീറ്റ് ആക്കാനുള്ള മോഡ്. പക്ഷേ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റർ ഓഫ് ആക്കണമെങ്കിൽ ഈ ACൻ്റെ മുകളിൽ തൊട്ട ഓഫ് ആവില്ല. നമ്മൾ ചെയ്ത ഒരു കാൽക്കുലേഷൻ മൊത്തത്തിൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെക്കൊണ്ട് ഉപകാരമുള്ളൂ. പക്ഷേ അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ നമ്മളെ കാൽക്കുലേറ്റർ ഓഫ് ആക്കാൻ പറ്റും നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്ന് വേണ്ടി വെച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ പലതരത്തിലുള്ള കളറുകൾ കാണാൻ പറ്റും. സ്വിച്ചുകൾ മാത്രമല്ല, സ്വിച്ചുകളിൽ തന്നെ പലതരത്തിലുള്ള കളർ. വെള്ള കളറിൽ സ്വിച്ചിൻ്റെ മുകളിലും, അതുപോലെ തന്നെ മറ്റ് കളർ ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ മഞ്ഞ കളർ ഒരു യെല്ലോ കളറിലാണ് പൊതുവേ ഈ സ്വിച്ചുകളൊക്കെ കൂടുതലായിട്ടുള്ളത്. പിന്നെ ഗ്രീൻ കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ യെല്ലോ കളറിലും അതുപോലെ തന്നെ പിങ്ക് കളറിലും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ആ സ്വിച്ചുകളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഡയറക്റ്റ് തൊട്ടാൽ വർക്കാവില്ല, അതായത് ഞെക്കിയാൽ വർക്കാവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ഞെക്കിയിട്ട് ശേഷം മാത്രമേ ആ മഞ്ഞ കളറിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു സ്വിച്ച് ഞെക്കിയിട്ട് കാര്യമുള്ളൂ. അതുപോലെ തന്നെ പിങ്ക് കളറിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ആൽഫ ഞെക്കണം. അതിന് ശേഷം നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക, അവിടെയുള്ള ആ ഒരു സ്വിച്ചിൽ ഞെക്കുക. അങ്ങനെയാണെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഇത് ഓഫ് ആക്കണമെങ്കിൽ ഷിഫ്റ്റ് ഞെക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഓഫ് ഞെക്കുക. അപ്പോൾ ഷിഫ്റ്റിൽ നിങ്ങളൊരു യെല്ലോ കളറിലാണ് ഷിഫ്റ്റ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ഞെക്കിയതിന് ശേഷം നമ്മൾ ഓഫ്, അതായത് AC എന്ന് പറഞ്ഞത് ഞെക്കുകയാണെങ്കിൽ ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഓഫായി കിട്ടും. അപ്പോൾ ഷിഫ്റ്റ് ഞെക്കിയപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് വന്നിട്ട് കാണാൻ പറ്റും. ശേഷം AC ഞെക്കിയപ്പോൾ എന്തായി, മൊത്തത്തിൽ ഓഫായി. ഈ രീതിയിൽ നമുക്ക് എന്താക്കാം, ഒരു കാൽക്കുലേറ്റർ സിമ്പിളായിട്ട് ഓണാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഷിഫ്റ്റ് AC ഞെക്കിയിട്ട് എന്ത് ചെയ്യുക, ഇത് ഓഫാക്കുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഓണിങ്ങും അതുപോലെ തന്നെ ഓഫിലും വരുന്ന പ്രോസസ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു ചെറിയൊരു കണ്ടൻറ്റേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിൽ കൂടുതൽ കാൽക്കുലേഷൻസും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോക്കാണ്. അടുത്തൊരു എപ്പിസോഡിൽ ഇതിൽ നല്ല വീഡിയോകൾ, ഇതിൽ നല്ല കണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ വിഷ്ണു ചെറുവാക്കര, സൈനിങ് ഓഫ്.